വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഫോർട്ട് കൊച്ചി KCB ഓഫീസിൽ അപ്രഖ്യാപിത വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ഈ ഉപഭോഗം കൂടിക്കൊണ്ടിരിക്കണേ. അപ്പൊ എവിടെയാണ് ഇതിന്റെ ലോഡ് അല്ലെങ്കിൽ തുടർ സംഭവമായിട്ട് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നു പോയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും പറഞ്ഞ കേസാണ്. പോലീസ് സ്റ്റേഷനിൽ വരെ കറണ്ടില്ല. ഫോർട്ട് കൊച്ചി KCB ഓഫീസിൽ അപ്രഖ്യാപിത വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കറണ്ട് കട്ടിനെ തുടർന്നാണ് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ഓഫീസിലെ ബില്ലടക്കൽ നിർത്തിവെപ്പിച്ചു. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ബില്ലടക്കാൻ സമ്മതിച്ചത്. ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുകയും KCB ഓഫീസിലെ ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെന്നും ഇതിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഒരുക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. സംഭവം അറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സോളി ജോസഫ് മങ്ങാട്ട, PF ജോർജ്, P അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ഇവിടെ വൈദ്യുതി തകരാറ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കൂട്ടത്തോടെ ഇവിടെ എത്തുകയും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനായിട്ട് KCBയുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആ നമ്പറുകളൊന്നും തന്നെ പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള തകരാറുകൾ അത് അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഫോൺ എടുക്കാനായിട്ട് തയ്യാറാവണം. അതിന് ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു പ്രതിഷേധമായിട്ടാണ് ഇവിടെ ഞങ്ങൾ വന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ തന്നെ ഫോർട്ട് കൊച്ചി നോർത്ത്, സൗത്ത്, ഇരവലി മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ ഏതാനും പ്രവർത്തകർ മാത്രം ഇവിടെ വന്ന് ഈ പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ള മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മറ്റൊരു കാര്യമുള്ളത് ഈ ഫോൺ നമ്പറുകൾ, ആ ഫോൺ നമ്പറുകൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ രാത്രികാലങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫ് അത് കൃത്യമാർക്ക് അവർക്ക് പൊതുജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള വ്യക്തത വരുത്താനായിട്ട്. തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.